അവനോട്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞു. യേശു അവനോട്, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവജാതികൾക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തല ചായ്പാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു. വേറൊരുത്തനോട്, എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞപ്പോൾ അവൻ, ഞാൻ മുമ്പേ പോയി എന്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു. അവൻ അവനോട്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക എന്ന് പറഞ്ഞു. മറ്റൊരുത്തൻ, കർത്താവേ, ഞാൻ നിന്നെ അനുഗമിക്കാം, ആദ്യം എന്റെ വീട്ടിലുള്ളവരോട് യാത്ര പറയുവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു. യേശു അവനോട്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന് പറഞ്ഞു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യേശു കർത്താവിന്റെ ഈ ഹല്ലേലൂയ ഭൂമിയിലെ ആമേൻ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കണ്ടതായ നടന്നതായ ഒരു സംഗതിയാണ് ഇവിടെ വായിക്കുവാൻ തക്കോണമിടയായി തീർന്നത്. This is something that happened when Jesus was on this earth doing his ministry. അതിന്റെ മലയാളത്തിന്റെ യൂസേജ് എനിക്ക് വളരെ ആമേൻ ഇഷ്ടപ്പെടുവാനിടയായി. Like how it is written in Malayalam. ആമേൻ. യേശു കർത്താവുണ്ട്, there is Jesus, തന്റെ ശിഷ്യന്മാരുണ്ട്, disciples are there. ആമേൻ. ഒപ്പം തന്നെ 3 മനുഷ്യർ. There are 3 other people. ആമേൻ. അവരെ ദൈവവചനത്തിൽ മലയാളത്തിൽ അത് പരിഭാഷപ്പെടുത്തിയപ്പോൾ ആമേൻ പരിചയപ്പെടുത്തുന്നത് they are introduced as ഒരുത്തൻ, വേറൊരുത്തൻ, മറ്റൊരുത്തൻ. one, another and another. Praise the Lord. ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ആമേൻ. ഹല്ലേലൂയ. ഒരുത്തൻ, ആമേൻ, വേറൊരുത്തൻ, മറ്റൊരുത്തൻ. And another. ആമേൻ. ഇംഗ്ലീഷിൽ a man, another and another. Amen. Praise the Lord. Amen. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. 3 മനുഷ്യർ യേശുവുമായിട്ടുള്ള ആമേൻ ആ ബന്ധത്തിലേക്ക്, ആ എൻകൗണ്ടറിലേക്ക് വരികയാണ്. There are 3 people encountering Jesus in this passage. അതിൽ 2 പേർ ആദ്യത്തെ വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തനാണ്. 2 of them are different from the first person. ആ മനുഷ്യൻ ആമേൻ ഹല്ലേലൂയ യേശുവിന്റെ അടുക്കലേക്ക് വരുവാനിടയായി. That first person came to Jesus. എന്നിട്ട് യേശുവിനോട് ഇപ്രകാരം പറഞ്ഞു. He told Jesus, ആമേൻ ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും. I will follow you wherever you go. നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം. I will follow you wherever you go. നമ്മൾ കർത്താവിനോട് വാക്കുകൾ പറയുമ്പോൾ, വാചകങ്ങൾ പറയുമ്പോൾ ആമേൻ വളരെ സൂക്ഷിച്ചു പറയുവാനിടയാകും. We have to be very careful when we talk to Jesus. ഇളക്കപ്പെരുപ്പം കൊണ്ട് ആമേൻ ഹല്ലേലൂയ തീരുമാനങ്ങൾ എടുക്കുവാനിടയാകരുത്. You shouldn't take decisions based on some ആമേൻ. ecstatic പുറമേ moment. ഉള്ളതിനെ നോക്കിയിട്ട് തീരുമാനങ്ങൾ Don't look at എടുക്കുവാനിടയാകരുത്. the outward and make a ഈ decision. മനുഷ്യൻ യേശുവിനെ കണ്ടപ്പോൾ പറയുകയാ, This man saw Jesus, he നീ said, എവിടെ പോയാലും Amen, wherever you go, ഞാൻ നിന്നെ അനുഗമിക്കാം. I will follow you. ഈ മനുഷ്യനെ ദൈവം അനുവദിച്ചിരുന്നുവെങ്കിൽ If Jesus had allowed him, ആമേൻ യേശുവിന്റെ കാൽവറി യാഗത്തിൽ ഇവൻ അനുഗമിക്കുവാനിടയായി he തീരുമായിരുന്നു. would have come up to the cross of Jesus in Calvary. പലപ്പോഴും അതിന്റെ ആ സീരിയസ്നെസ് നമുക്ക് ആമേൻ വേണ്ടവണ്ണം മനസ്സിലാകാറില്ല. We are not understanding the seriousness of the എന്നാൽ situation most ആ of the time. ക്രൂശ് മരണത്തിന്റെ അന്നത്തെ ആമേൻ ഹല്ലേലൂയ സാംസ്കാരിക കൾച്ചറൽ ആമേൻ പശ്ചാത്തലത്തിൽ നാം ഒന്ന് കാണുവാനിടയായാൽ, If you look at the death of the cross on the Calvary, on that cultural background of that ഒരു time, ക്യാപിറ്റൽ പണിഷ്മെന്റ് ആണ് പാപമെന്തെന്നറിയാത്തവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. it is a capital punishment that somebody who has not sinned is ഏറ്റവും experiencing. നിന്ദിതനായി, ആമേൻ, ഏറ്റവും അപമാനിക്കപ്പെട്ടവനായി, ഏറ്റവും ദുഷ്ടനായി, ക്രൂരനായി ആമേൻ ചിത്രീകരിക്കപ്പെട്ട സമയങ്ങളാണ്. Jesus is pictured as very dishonorable and cruel man on the cross. ആ സമയത്ത് ഈ മനുഷ്യന് യേശുവിനെ അനുധാവനം ചെയ്യുവാൻ കഴിയുമായിരുന്നു. That time maybe this person would have been there for Jesus. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിലകളുള്ള അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ, When things happen and like you not expected, യേശുവിനോട് കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ പോലും ആമേൻ ഓടി even ഒളിക്കുവാനിടയായി. his own disciples scattered. ആമേൻ. ഗത്സമനയിൽ വെച്ച് തന്നെ അവരിൽ ഭൂരിഭാഗം യേശുവിനെ വിട്ടിട്ട് ഓടിപ്പോയി. Many of them left Jesus at the Garden of ആമേൻ Gethsemane. ഹല്ലേലൂയ. പിന്നെ യേശുവിനെ അനുധാവനം ചെയ്തത് ആമേൻ പത്രോസാണ്. The only one who followed him after was Peter. പത്രോസ് 3 പ്രാവശ്യം യേശുവിനെ തള്ളി പറഞ്ഞു. Peter denied him thrice. എന്നാൽ യേശുവിന്റെ ക്രൂശിന്റെ ചുവട്ടിൽ ഒരുവനും മാത്രമേ നിൽക്കുവാൻ കഴിഞ്ഞുള്ളൂ. അതവന്റെ മാർവോട് ചൊരി യോഹന്നാനാണ്. There's only one person we see at the foot of the cross, and that's John. ആമേൻ. അവന് വേണ്ടി കർത്തൃ ദിവസത്തിൽ ആമേൻ സ്വർഗ്ഗം ഇറങ്ങി വന്നു. ആമേൻ. സ്വർഗ്ഗം തുറക്കപ്പെടുവാനിടയായി. On the day of the Lord, the heavens opened up for that ആമേൻ John. ഹല്ലേലൂയ. യേശുവിന്റെ കഷ്ടതയിൽ ആമേൻ ഹല്ലേലൂയ ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കുക. Stand with Jesus in his hardships at the foot of the cross. യേശു ഇന്ന് പിതാവിന്റെ വലഭാഗെ
നമുക്ക് വേണ്ടി മധ്യസ്ഥം Right now, ചെയ്യുകയാണ്. He's interceding for us on the right side of the ഇന്ന് Father. യേശുവിന് കഷ്ടതയുണ്ടോ? Today, is Jesus suffering? യേശുവിന് പ്രയാസമുണ്ടോ? Is He going through hardship യേശുവിന് now? ദുഃഖമുണ്ടോ? Is He burdened now? യേശുവിന് വേദനയുണ്ടോ? Is He painful now? ഇന്ന് യേശുവിന് കഷ്ടതയുണ്ടോ? Is Jesus suffering now? Amen. ആമേൻ. എന്താണ് ഇന്നത്തെ യേശുവിന്റെ കഷ്ടത? No, what is His suffering today? പ്രൈസ് ദി ലോർഡ്. ആമേൻ. യേശുവിന്റെ ശരീരമാണ് ആമേൻ തിരുസഭ എന്ന് പറയുന്നത്. The church is the body of Christ. ആമേൻ. തിരുസഭയുടെ പ്രതിസന്ധി എന്ന് പറയുന്നത് തീർച്ചയായും അവന്റെ ശരീരത്തിന്റെ കഷ്ടത അവന്റെ കഷ്ടതയാണ്. The trouble or the problem of the church is His problem as ആമേൻ. well. എന്ന് വിളിച്ച് വേർതിരിക്കപ്പെട്ട ശിഷ്യന്മാർക്ക് The separate- ഒരുവൻ ഒഴിച്ച ആർക്കും അവന്റെ ക്രൂശിന്റെ ചുവട്ടിൽ ആ വേദനയുടെ സമയത്ത് അവൻ അവനോട് ചേർന്ന് നിൽക്കുവാൻ കഴിഞ്ഞില്ല. At that time, His disciples, none of them could go up to Him to the foot of the cross except for John. പ്രിയമുള്ളവരെ, എക്കാലത്തെക്കാളും ഉപരിയായി അവന്റെ സഭ ആക്രമിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. Dear children of God, more than any ages, this is the time when the church is Amen. persecuted the most. അവന്റെ തിരുസഭ അകത്താക്രമിക്കപ്പെടുന്നു, ആമേൻ, പുറത്താക്രമിക്കപ്പെടുന്നു. His church is being attacked from within the inside and the out. ഇന്നലെ സഭയുടെ പെർസിക്യൂഷനുള്ള ബന്ധത്തിൽ ഞാൻ ഇങ്ങനെ ചില കാര്യങ്ങൾ സെർച്ച് I was ചെയ്തുകൊണ്ടിരിക്കുകയാണ്. looking up for something in relation to the persecution of the church yesterday. കെനിയ എന്ന് പറയുന്ന രാജ്യത്ത്, There's a country called Kenya. കെനിയയിൽ നിന്ന് ഒരാൾ എന്റെ കൂടെ ബാംഗ്ലൂർ പഠിക്കുവാൻ There's തക്കോണമിടയായി. one person who studied with me in കഴിഞ്ഞ Bangalore. 6 വർഷത്തിനുള്ളിൽ Within 6 years, of the കണക്കുകൾ last 6 ലഭിച്ചിരിക്കുന്നത് the statistics say 30,000 പേരെ കൊന്നുകളഞ്ഞു. കഴുത്തറത്താണ് അതിൽ കൂടുതലും ആൾക്കാരെ കൊന്നുകളയുവാനിടയായി. 30,000 people are beheaded in the last 6 years. ആമേൻ. അവന്റെ തിരുസഭ കെനിയയിൽ The കഷ്ടമനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. church is suffering in Kenya. ആമേൻ. അവന്റെ തിരുസഭ ഇന്ത്യയിൽ The കഷ്ടമനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. church is suffering in India. ആമേൻ. പുറത്തുള്ള കഷ്ടത സാരമില്ലെന്ന് വേണമെങ്കിൽ വയ്ക്കാം. You can count the trouble കാരണം from outside as nothing. യെരൂശലേമിലെ ആദ്യത്തെ സഭയ്ക്ക് അതുണ്ടായിരുന്നു. Because the church in Jerusalem had ആമേൻ. that suffering. കഷ്ടത വർദ്ധിച്ചപ്പോൾ, പ്രതികൂലമുണ്ടായപ്പോൾ, പെർസിക്യൂഷൻ ഏറി വന്നപ്പോൾ നസ്രയന്റെ മാർഗം അവസാനിച്ചില്ല, അത് വളരുവാനിടയായി. അത് ഏഷ്യ മൈനറിലേക്ക് വളരുവാനിടയായി. Because in the first church, when persecution increased, the Nazarene way did not change, it grew to Asia Minor. എന്നാൽ അകത്ത് കഷ്ടത വരുമ്പോൾ But when problems come ആ from within the സമയത്ത് ആർക്ക് church, ചേർന്ന് നിൽക്കുവാനിടയാകും? who can unite? ആമേൻ. 1 തുടങ്ങി 500 വരെയുള്ള കാലഘട്ടങ്ങൾ ആമേൻ സഭ വളരുവാനിടയായി. If the church grew from 81 to അത് 500, ഒഫീഷ്യൽ റിലീജിയനായി it became മാറുവാനിടയായി. an official religion. ആമേൻ. 6-ാം നൂറ്റാണ്ട് മുതൽ 17-ാം നൂറ്റാണ്ട് വരെ ആമേൻ സഭ അധപ്പതിക്കുവാനിടയായി. From the 6th century to the 17th century, Amen. there was a downfall of the church. അപ്പസ്തോലിക കാലഘട്ടത്തിന്റെ തുടർച്ച പിതാക്കന്മാരുടെ കാലഘട്ടം. The time of our fathers is a continuation of the ആമേൻ. apostles. പിതാക്കന്മാരുടെ കാലഘട്ടത്തിന്റെ തുടർച്ച സഭ രാഷ്ട്രീയ കരങ്ങളിൽ എത്തപ്പെട്ട നാളുകൾ. After the continuation of the times of the fathers, it became entered into politics. അതിന്റെ തുടർച്ച സഭയുടെ ഇരുണ്ട കാലഘട്ടം. As a continuation of that is a dark ആമേൻ. age of the church. അപ്പസ്തോലിക കാലഘട്ടം തുടർന്നിരുന്നുവെങ്കിൽ, If the apostolic times had ആമേൻ, continued, സഭാപിതാക്കന്മാരുടെ കാലഘട്ടം തുടർന്നിരുന്നുവെങ്കിൽ, if the church fathers' times were ആമേൻ, continued, ഹല്ലേലൂയ, നോമിനൽ ചർച്ചസ്, ആമേൻ, റോമൻ കാത്തലിക് ചർച്ച് തുടങ്ങിയായ ദുരുപദേശങ്ങൾ ഉണ്ടാകയില്ലായിരുന്നു. Catholicism, the heresy would have not ആമേൻ. happened. പതിനായിരങ്ങൾ ആ കാലഘട്ടത്തിൽ നശിച്ചു പോയിട്ടുണ്ട്. അവർ നിത്യജീവനെ പ്രാപിക്കുമായിരുന്നു. Thousands and 10,000s were lost. They would have going into eternal life. Praise the Lord. Amen. അത് കഴിഞ്ഞപ്പോൾ But after that, ആമേൻ, ഹല്ലേലൂയ, ഒരു റിഫോർമേഷൻ ഉണ്ടാകേണ്ടി വന്നു. a reformation was needed. And it happened. റിഫോർമേഷൻ വെളിയിൽ ഉണ്ടായതല്ല, It didn't happen outside. സുവിശേഷകരണത്തോടുള്ള ബന്ധത്തിൽ ഉണ്ടായതല്ല. It was not in relation to ആമേൻ. gospelization. അകത്തെ മൂല്യച്യുതി മുഖാന്തരം ഉണ്ടായതാണ്. It happened within because of the values degrading. അടുത്ത ഒരു റിഫോർമേഷന്റെ സമയമായിരിക്കുകയാണ്. It's another time for ആമേൻ. reformation. ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ ആമേൻ, ഹല്ലേലൂയ, അകത്തെ കഷ്ടം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. The church is getting suffered on the inside. It's being ഇന്നലെ suffered നാം on the inside. ചിന്തിച്ചതുപോലെ ദുരുപദേഷ്ടാക്കന്മാരാലുള്ള ആപത്ത്, False teachers are in now. ആമേൻ, ഹല്ലേലൂയ, false prophetsനാലുള്ള ആപത്ത്, Problems with false ആമേൻ, prophets. മാനുഷിക സ്പിരിറ്റിനുള്ള ആപത്ത്, Problems from human ആമേൻ, spirits. ഹല്ലേലൂയ, പ്രാദേശിക സഭകളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. Local churches are getting destroyed by these. അതിന്റെ മധ്യത്തിൽ അവന്റെ ശരീരം കഷ്ടം In the അനുഭവിക്കുമ്പോൾ midst of that, when the church is suffering, ഒന്ന് ചേർന്ന് നിൽക്കുവാൻ കഴിയുമോ? can you unite? ഒന്ന് ചേർന്ന് നിൽക്കുവാൻ Can you കഴിയുമോ?
unite? ആ പ്രതിസന്ധി ഒന്ന് തരണം ചെയ്യുവാൻ? Can you go through that ആമേൻ trouble? ഹല്ലേലൂയ. സഭ തകരാതിരിക്കുവാൻ, For the church to not ആമേൻ അത് shatter, divide to ആകാതിരിക്കുവാൻ, not get divided. ആമേൻ ഒന്ന് ചേർന്ന് നിൽക്കുവാൻ കഴിയുമോ? Can you unite and stand യേശുവേ, together? യോഹന്നാനെങ്കിലും ആത്മാവുണ്ടായതുകൊണ്ട്, Jesus, because John had that ആമേൻ spirit, യോഹന്നാനെങ്കിലും ആ ഒരു മനസ്സുണ്ടായതുകൊണ്ട്, because at least John had that ആമേൻ heart, യോഹന്നാനെങ്കിലും ആ ഒരു ഹൃദയമുണ്ടായതുകൊണ്ട്, because John had that mind and heart, അല്ലെങ്കിൽ തന്നെ നൊന്തുപെറ്റ അമ്മയെ ആരെ ഏൽപ്പിക്കുമായിരുന്നു? who would have he given his Praise the mother to? Lord. Like, Praise the Lord. Amen. ആ കഷ്ടം അനുഭവിക്കുന്ന സമയത്ത്, In that hardship of his, ആമേൻ ആ ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ, when he stood at the foot of the ആമേൻ cross, പകരപ്പെടുന്ന ഒരു കൃപയുണ്ട് കേട്ടോ. there is a grace that is being ആമേൻ, poured out. ആമേൻ, ഒരു ശക്തിയുണ്ട് There is കേട്ടോ. a power that's being അതാണ് poured out. യോഹന്നാനെ തിളച്ച എണ്ണയിൽ ആമേനെ വലിച്ചെറിഞ്ഞിട്ട് ആമേൻ അവനെ കൊല്ലുവാൻ കഴിയാതെ That ഇരുന്നത്. is the power that helped him endure the boiling oil. ആമേൻ, ചില പ്രതിസന്ധി സമയത്ത്, At times of trouble, ചില പ്രതികൂലങ്ങളുടെ സമയത്ത്, when things are against you, ആമേൻ, നിനക്കൊന്ന് ചേർന്ന് നിൽക്കുവാൻ can കഴിയുമെങ്കിൽ, you stand together? ആ നിന്ദയൊന്ന് ഏറ്റെടുക്കുവാൻ If you can കഴിയുമെങ്കിൽ, take that shame upon you, ആമേൻ, ആ കഷ്ടത്തിൽ ഒരു കൈത്താങ്ങലാകുവാൻ if you കഴിയുമെങ്കിൽ, can lend a hand during ആമേൻ, that അവിടെ trouble, വ്യാപരിക്കുന്ന ഒരു ശക്തി, there is a power that will work at that time. അത് നമുക്ക് നമ്മുടെ തലമുറകൾക്കും അനുഗ്രഹമാണ്. That is a blessing for us and our children. യേശു കുരിശു ചുമന്ന അവശനായി വീഴുവാനിടയായി. When Jesus is tired and he's falling from carrying the നിന്ന് വന്ന cross, ശീമോൻ എന്ന് പറയുന്ന മനുഷ്യൻ, Simon comes from the field. ആമേൻ, അധികം നേരം അത് എടുക്കുവാൻ കഴിഞ്ഞില്ല. He couldn't carry it for long. എന്നാൽ അല്പനേരം For some അവന്റെ time, തലമുറകൾ his അനുഗ്രഹിക്കപ്പെടുവാനിടയായി. children were blessed. Praise the Hallelujah. Lord. Hallelujah. Praise the Lord. Hallelujah. ഇന്ന് തിരുവചനം കേൾക്കുമ്പോൾ, When you hear this ആമേൻ, message today, ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് വാദിച്ചുകൊണ്ട് the പറയുകയാണ്, Spirit is telling you, ആമേൻ, compelling you, കർത്താവിന്റെ ശരീരത്തിന് കഷ്ടമുണ്ട്, there is hardship for the church. കർത്താവിന്റെ ശരീരത്തിന് ഉപദ്രവമുണ്ട്. There is trouble to his body. ആമേൻ, ആ ഉപദ്രവിക്കുന്നവരോട് ചേർന്ന് നിൽക്കാതെ, Don't stand with the ആമേൻ, ഒരു persecutors. ചെറിയ കൈത്താങ്ങൽ, Lend a small ആമേൻ, hand, ഹല്ലേലൂയ, ഒരു ചെറിയ വാചകം, a small sentence. ആമേൻ, നമുക്ക് ഒരുമിച്ചൊന്ന് നിൽക്കാം. Can you stand നമുക്ക് together? ഒരുമിച്ചൊന്ന് Can we stand? കൈകോർക്കാം. Let's hold our hands നമുക്ക് together. ഒരുമിച്ചൊന്ന് മുട്ടുമടക്കാം. Let's kneel down നമുക്ക് together. ഒരുമിച്ച് ഈ പ്രതിസന്ധിയെ അതിജീവിക്കാം. Let's endure this hardship വരുവീൻ together. നാം എഴുന്നേറ്റ് പണിയുക. Come, let us build together. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. ആമേൻ, മടങ്ങി വരട്ടെ. Welcome back. ആമേൻ, ഇവിടെ ഹല്ലേലൂയ ഒരു മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ വന്നു. He's a man who's coming to ആമേൻ, Jesus. ആ മനുഷ്യൻ യേശുവിന് എന്ത് സംഭവിക്കുമെന്ന് അറിഞ്ഞവനല്ല. He didn't know what was going to happen to ആമേൻ, Jesus. ഹല്ലേലൂയ, ഈ മഹത്വത്തിന്റെ രാജാവ്, This King of glory, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ, this God who's performing അടയാളങ്ങളെ wonders, ചെയ്യുന്നവൻ, the one who's doing ആമേൻ, signs, ദുരാത്മാക്കളുടെ മേൽ അധികാരമുള്ളവൻ, one who's authority over ആമേൻ, evil ഒരുപാട് spirits. ആൾക്കാർ അവനെ അനുധാവനം ചെയ്യുന്നു. A lot of people are following അവൻ ഈ him. മനുഷ്യൻ ചിന്തിച്ചില്ല, This man did not അവന് കുടിക്കേണ്ട കൈപ്പേറിയ ഒരു പാനപാത്രമുണ്ട് He എന്ന്. never thought that there's going to be a wine that he has to ആമേൻ, drink. പുറമേ ഉള്ളതാണ് അവൻ കണ്ടത്. He just saw the outward ആമേൻ, ഹല്ലേലൂയ, അതുകൊണ്ട് Jesus. അവൻ പറയുകയാ, That is why he's saying, ആമേൻ, ഹല്ലേലൂയ, നീ എവിടെ പോയാലും ഞാൻ നിന്നെ wherever you go, അനുഗമിക്കാം. I'll follow you. Hallelujah. രക്ഷിക്കപ്പെട്ടവരെ, People who are saved, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവരെ, ones who have accepted Jesus യേശുവിന്റെ as എൻകൗണ്ടർ Savior, ഉള്ളിലുണ്ടായവരെ, people who have encountered with ആമേൻ, Jesus ഹല്ലേലൂയ, on the സാത്താനെ inside, തള്ളി മശികയെ സ്വീകരിച്ചവരെ, people who have accepted Jesus and ആമേൻ, rejected അറിഞ്ഞോ അറിയാതെ Satan. ഈ തീരുമാനമെടുത്തവരാ നാം കേട്ടോ. Knowingly or unknowingly, we decided this. We made this യേശു എവിടെ decision. പോയാലും അവനെ അനുഗമിക്കാം. Wherever Jesus goes, I'll follow ആമേൻ, him. യേശുവിന്റെ ശരീരം എവിടെയുണ്ടെങ്കിലും അതിന് ഞാനൊരു I കൈത്താങ്ങലായിരിക്കാം. will be an extend a hand for the church of the Lord. ഭാരതത്തിലെ പെർസിക്യൂഷനുള്ള ബന്ധത്തിൽ വലിയ വേദന അനുഭവിപ്പാനിടയാ. There's a lot of troubles in relation to persecution in എന്നാൽ India, അതിന് ആശ്വാസം ഉണ്ടാകുവാനിടയായത് but a relief for that. വിശ്വവാണിയുടെ ഭാരതത്തിലെ ഒരു ഡയറക്ടർ വരുവാനിടയായി. A director for Vishwani came to അദ്ദേഹമായിട്ട് India. മണിക്കൂറുകൾ സംസാരിപ്പാനും പ്രാർത്ഥിപ്പാനും കൃപ ചെയ്തു. I talked and prayed with him for ആ മേഖലയിലെ hours. 165 ചർച്ച് ബിൽഡിംഗ്സ് കഴിഞ്ഞൊരു വർഷം കൊണ്ട് പണിയുവാനിടയായി. 165 church buildings ആ were built in the മേഖലയിലെ last 1 ഏതാണ്ട് year. കഴിഞ്ഞ 10 മാസം കൊണ്ട് 800-ലധികം ആൾക്കാർ ആമേ സ്നാനമേൽക്കുവാനിടയായി. 800 plus people were baptized in the last 10 വിശ്വവാണി പോലുള്ള months. ശുശ്രൂഷയിൽ രക്ഷിക്കപ്പെടാതെ ആരെയും സ്നാനപ്പെടുത്തത്തില്ല. In Vishwani's ministry, they don't ആമേൻ, baptize ഹല്ലേലൂയ. anyone who's not അതിനുശേഷം saved. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, PCNAK ചെന്നപ്പോൾ When I went for PCNA, വടക്കേ ഇന്ത്യയിലെ പല മിഷണറി ലീഡേഴ്സിനെ I കാണുവാനിടയായി. saw a lot of leaders in the North ആമേൻ, Indian ഹല്ലേലൂയ. missions. അവർ വെറുതെ പറഞ്ഞ കണക്കല്ല. They didn't say the statistics. Praise the simply. Lord.
ആമേൻ ഒരു സൈഡിൽ ഉപദ്രവമുണ്ട്, when there's persecution in ആമേൻ one മറു side, സൈഡിൽ on the other side, ആമേൻ ഈ പറയപ്പെട്ട കമ്മ്യൂണൽ ആൾക്കാർക്ക് വേണ്ടാത്തത്, I mean, things that these communal people ഈവൻ don't want, ഗവൺമെന്റിന് പോലും even വേണ്ടാത്ത, things that government don't ഇടം want, കൈ വലം കൈ അറിയാത്ത, people who don't know their left ആമേൻ from their right, കുഗ്രാമങ്ങളിൽ പാർക്കുന്ന people who live in interior villages, ആദിവാസികളായവർ First Nations, കാൽവറി ക്രൂശിലെ സ്നേഹത്താൽ സ്പർശിക്കപ്പെട്ട് they're being touched by the love of the cross. ആമേൻ അവർ നെഞ്ചത്തടിച്ചുകൊണ്ട്, They beat their ആമേൻ chests, കവിണ്ണു വീണുകൊണ്ട്, they lay down ആമേൻ അലറി prostrate, കരഞ്ഞുകൊണ്ട് യേശുവിനെ രക്ഷിതാവായി they സ്വീകരിക്കുകയാണ്. scream out and accept Praise Jesus the as their Lord. Savior. ആമേൻ Hallelujah. പ്രതികൂലത്തിന്റെ മധ്യത്തിൽ ഒന്ന് ചേർന്ന് നിന്ന, In the midst of prosecution, if you ആമേൻ stand ഹല്ലേലൂയ, together, വചനം ഒന്ന് ഉരുവിടുവാനിടയായ, if you say the words, ആമേൻ ഒന്നവനെ if you മഹത്വപ്പെടുത്തുവാനിടയായാൽ, glorify our Jesus, ആമേൻ തളരത്തില്ല, വളരുവാനിടയായി you will not തീരും. go weary, you will എന്നാൽ grow. നമ്മുടെ തീരുമാനങ്ങൾ പൂർണ്ണ ബോധ്യത്തോടെയുള്ള Our തീരുമാനമാകണം. decisions should be with full mind. തൽക്കാലത്തേത് കണ്ടിട്ടുള്ള It തീരുമാനമാകരുത്. shouldn't be a time being ഒരു decision. രോഗസൗഖ്യത്തോടുള്ള ബന്ധത്തിലെ തീരുമാനമാകരുത്. The decision should not be in ഒരു relation to a കടബാധയിൽ നിന്നുള്ള വിടുതലിനോടുള്ള ബന്ധത്തിലെ not for your തീരുമാനമാകരുത്. debts to be cleared. ആമേ മരണകരമായ അനുഭവത്തിൽ നിന്ന് ആമേ പ്രാർത്ഥിച്ചൊരു വിടുതലെടുക്കുമ്പോഴുള്ള തീരുമാനമാകരുത്. It shouldn't be a decision when you're saved from ആമേൻ death. ഇത് പിരിയാ ബന്ധമാണ്. This is a relation ഇത് that will not go away. നിത്യബന്ധമാണ്. This is an eternal ആമേൻ relationship. നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കേണ്ട ഒരു സമയമുണ്ട്. There is a time where you should shine ആമേൻ like stars. അതിനുവേണ്ടി ലോകത്ത് ചില കഷ്ടതകൾ, ചില നിന്ദകൾ, ചില അപമാനങ്ങൾ ആമേൻ അത് സഹിച്ചേ മതിയാകൂ. ആമേൻ ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ ആമേൻ ചേർന്ന് വാഴുവാനിടയായി തീരും. Therefore you should endure some shame in this world. When you stand together, you'll rule together. ബാഹ്യമായ കാര്യങ്ങൾ കണ്ടുകൊണ്ട് ഈ മനുഷ്യൻ പറയുകയാ, ആമേൻ യേശുവേ നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുധാവനം Looking at the ചെയ്യും. outward appearance, he says, Jesus, wherever you go, I'll follow. യേശുവിന്റെ മറുപടി എന്താ? You know what is Jesus' ആമേൻ answer? നമ്മളൊക്കെയാണ് എവിടുന്നേലും വന്നാ പോരാൻ പറയും. We'll say, yeah, just come. ആമേൻ യേശു എന്താ പറഞ്ഞത്? You know what Jesus said? ആമേൻ കുറുനരികൾക്ക് കുഴിയും Foxes hole. ആകാശത്തിലെ പറവജാതിക്ക് കൂടുമുണ്ട്. There is nests for the birds. Praise the Lord. Amen. ആമേൻ പുരോഹിതന്മാർക്ക് ആലയമുണ്ട് കേട്ടോ. Priests have temples. പള്ളിപ്രമാണിമാർക്ക് ഹല്ലേലൂയ അതത് സ്ഥലങ്ങളിലെ ആമേൻ സിനഗോഗുകളുണ്ട്. Chiefs of their churches have synagogues. പട്ടണ മൂപ്പന്മാർക്ക് പട്ടണത്തിലെ ആമേൻ ഹല്ലേലൂയ കാര്യങ്ങൾ തീർക്കുന്ന വ്യവഹാര സ്ഥലമുണ്ട്. Elders of the town have places where they ആമേൻ settle ഹല്ലേലൂയ lawsuits. ആമേൻ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. There are a lot of things like ആമേൻ this. അതിനോടൊന്നും യേശു ഉപമിച്ചില്ല. Jesus did not equate to any of that. യേശു ഏറ്റവും താഴെയുള്ള ജീവികളോടാണ് ഉപമിച്ചത്. He told a parable in Amen. relation to animals who are very യേശു low. പറഞ്ഞെന്താണെന്നറിയാമോ? You know what Jesus said? കുറുനരികൾക്ക് കുഴിയുണ്ട്, Foxes have holes. ആകാശത്തിലെ പറവജാതിക്ക് കൂടുണ്ട്. Birds of the air have nests. സകലത്തെയും സൃഷ്ടി ചെയ്തവൻ, One who created everything. ആമേൻ പുറപ്പെട്ട വചനത്താൽ ഉളവാക്കിയവൻ, One who created everything with the ആമേൻ word of his mouth. ദൂതന്മാരുടെ ആരാധനാ വിഷയമായവൻ, The one who is being worshipped by ആമേൻ ഒരു angels. മനുഷ്യന്റെ മുമ്പിൽ പറയുകയാ, In front of a man he's saying, ആമേൻ കുറുനരികൾക്ക് കുഴിയുണ്ട്, foxes have holes. ആകാശത്തിലെ പറവജാതിക്ക് കൂടുണ്ട്, Birds of the air have എന്നാൽ nests. മനുഷ്യപുത്രന് തലചായ്പാൻ ആമേൻ സ്ഥലമില്ല. But the Son of Man has nowhere to lay his head. Praise the Lord. Hallelujah. മനുഷ്യപുത്രന് തലചായ്ക്കുവാൻ സ്ഥലമില്ല. The Son of Man has nowhere to lay ആമേൻ his head. യേശുവിന്റെ മരണത്തിൽ In the death of Jesus, ആമേൻ മന്ത്രിയായവൻ തന്റെ ശവക്കല്ലറ കൊടുത്തില്ലായിരുന്നുവെങ്കിൽ, if Joseph the minister hadn't given ആമേൻ his ഹല്ലേലൂയ grave to Jesus, കുറ്റവാളികളെ വലിച്ചെറിയുന്ന ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ അതിക്രമക്കാരുടെ കുഴിയിൽ അവനെ വലിച്ചെറിഞ്ഞേനെ. Jesus would have been thrown into a pit where they threw ആമേൻ off all robbers, ആമേൻ അവന്റെ criminals. ശരീരം കഴുകന്മാർ തിന്നേനെ. His body would have been pecked by ആമേൻ അവന്റെ vultures. അസ്ഥികൾ ബന്ധം വിട്ട് ആമേൻ ഹല്ലേലൂയ ആ അധകൃതരുടെ അതിക്രമക്കാരുടെ ആമേ കുഴിയിൽ ചിതറിക്കിടന്നേനെ. His bones would have been scattered in the pit of those criminals. മനസ്സിലായോ? കുറുനരികൾക്ക് കുഴിയുണ്ട്, Foxes have holes. ആമേൻ ഹല്ലേലൂയ പറവജാതിക്ക് കൂടുണ്ട്, Birds have nests. മനുഷ്യപുത്രന് തലചായ്പാൻ ഒരിടമില്ല. Son of Man has no place to നമ്മെ lay his രക്ഷിച്ച head. യേശുവിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. It's written about Jesus who ആമേൻ saved യേശു us. താൻ തന്നെ കുറിച്ച് പറയുകയാ, He's saying about ആമേൻ himself, സ്വർഗാദി സ്വർഗങ്ങൾ അടങ്ങാത്തവൻ, someone who's not been ആമേൻ contained in heaven, അടച്ചുകൂടാത്ത വെളിച്ചത്തിൽ a വസിക്കുന്നവൻ, God who resides in ആമേൻ light nobody ഹല്ലേലൂയ can approach, സ്വർഗ്ഗവാസികളുടെ ആരാധനാ വിഷയമായവൻ who's being worshipped by heavenly ഒരു beings. മനുഷ്യന്റെ മുമ്പിൽ പറയുകയാ, In front of a man he says, ആമേൻ ഹല്ലേലൂയ കുറുനരിക്ക് കുഴിയുണ്ട്, foxes have holes, പറവജാതിക്ക് കൂടുണ്ട്, birds have nests. എന്നാൽ ഈ അത്ഭുതം ചെയ്യുന്നവന്, The one who does ഈ all these അടയാളം miracles, the one ചെയ്യുന്നവന്, who's doing all these ഈ signs, മരിച്ചവരെ the one ഉയർപ്പിക്കുന്നവന്, who's raising the dead, ആമേൻ പക്ഷവാത രോഗിയെ the one എഴുന്നേൽപ്പിക്കുന്നവന്, who's raising up the ആമേൻ paralyzed, ഹല്ലേലൂയ തലചായ്പാൻ ഒരിടമില്ല. does not have a place to lay his head. നിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കി.
മനസ്സിലാക്കുമോ? Can you understand the meaning നമ്മൾ of എന്തേരം this? ബന്ധപ്പെടുകയാ, You know how much are we എന്തേരം struggling? How much are we struggling? ആമേൻ, എന്തേരം How ഭാരപ്പെടുകയാ. much are we troubled? ആമേൻ, ഹല്ലേലൂയ. ഒന്ന് ഉണർവോടെ ഇരിപ്പാൻ നമ്മെ കൊണ്ട് കഴിയുന്നുണ്ടോ? We can't even stay awake. എന്തിനു വേണ്ടി? For what? ആമേൻ, ആർക്കു വേണ്ടി? For whom? Hallelujah. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. Hallelujah. നാം Jesus. യേശുവിനെ അനുധാവനം ചെയ്യുന്നവരെങ്കിൽ If you're followers of Jesus, അതിന്റെ അർത്ഥത്തിൽ അനുധാവനം ചെയ്യണം. you should follow him അതിന്റെ literally. അനുഭവത്തിൽ അനുധാവനം ചെയ്യണം. You have to follow him in that ആമേൻ, ഹല്ലേലൂയ. experience. യേശു ആ മനുഷ്യനോട് പറയുവാനിടയായി, Jesus is telling that man, ആമേൻ, ഹല്ലേലൂയ, ഒരുവൻ യേശുവിനെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ if one wishes to follow me, മറ്റൊന്നും നോക്കാതെ should not look at anything ആമേൻ else. അവന് ഉള്ളതൊക്കെയും ത്യജിച്ചുകൊണ്ട് വേണം യേശുവിനെ അനുഗമിപ്പാൻ. You should bury your own എന്ന് before you പറഞ്ഞാൽ follow അതിന്റെ Jesus. അർത്ഥം എന്താണെന്ന് You know അറിയാമോ? what's the meaning of that? നമുക്കുള്ള വീട് വിട്ടുകളയുവാനല്ല, It's not to leave our ആമേൻ, houses, നമുക്കുള്ള വാഹനം വിട്ടുകളയുവാനല്ല. not to give away your ആമേൻ, ഈ vehicles. ലോകത്ത് ചിലതൊക്കെ ഉള്ളപ്പോഴും When you have things in this ആമേൻ world, ഉള്ളിന്റെ ഉള്ളിൽ അതില്ലാത്തതുപോലെ ജീവിക്കണം. you have to live in the way that you എങ്കിൽ feel that you മാത്രമേ don't have any കാഹളം of that. ധ്വനിച്ചാൽ, Then only when the അല്ല trumpet നമ്മുടെ sounds, റോൾ കോൾ ആയാൽ when our roll is up, ഒരു ബുദ്ധിമുട്ടും കൂടാതെ അവനോട് ചേരുവാനിടയായി it is തീരുകയുള്ളൂ. only then that without any ആമേൻ, problems you ഹല്ലേലൂയ. face him in the air. മരണക്കിടക്കയിൽ കിടക്കുന്ന ചിലരെ ഞാൻ I've കാണുവാനിടയായിട്ടുണ്ട്. seen people in their sick beds. ആമേൻ, മരിക്കുവാൻ അവർക്ക് ആഗ്രഹമില്ല. They don't want to die. ആമേൻ, അവർ പലതിനെ കുറിച്ച് പറയുകയാ. They're talking about a അവർ lot of ആരംഭിച്ച things. പല കാര്യങ്ങളുടെയും അടുത്ത ആമേൻ പടിയിലേക്ക് കിടക്കേണ്ടതിനെ കുറിച്ച് പറയുകയാ. They're talking about things where they have to step ആമേൻ, into the ചിലർ next level ഇങ്ങനെ of things they ആമേലെ started. ശബ്ദം പോലും വരാത്ത സാഹചര്യത്തിൽ ഞരങ്ങി പറയുന്നുണ്ട്. ആമേൻ, ഞാൻ ഒത്തിരി ഉണ്ടാക്കി, അതിന്റെ സുഖം എനിക്ക് അനുഭവിപ്പാൻ കഴിഞ്ഞില്ല, കുഞ്ഞുങ്ങൾക്ക് വീതം വെച്ച് കൊടുക്കുവാൻ പോലും കഴിഞ്ഞില്ല. Some people I've heard say that I've worked a lot, I've toiled a Praise the lot, but I Lord. can't even part it to my എല്ലാം children. ഉള്ളപ്പോഴും When you have everything, എല്ലാം when അനുഭവിക്കുമ്പോഴും you are experiencing all of ഉള്ളിന്റെ this, ഉള്ളിൽ ഒന്നുമില്ലാത്തവരായി ജീവിക്കുക. within your deep heart, you should ഇത് be with somebody like you have പരദേശമാണെന്ന് nothing. ചിന്തിച്ചുകൊണ്ട് ജീവിക്കുക. Think this is a sojourner's ആമേൻ, land. അങ്ങനെയെങ്കിൽ മറ്റുള്ളവർക്ക് ആവശ്യത്തിലിരിക്കുന്നവർക്ക് ആമേൻ ഷെയർ ചെയ്യുവാൻ നമ്മെ കൊണ്ട് Because സാധിക്കും. only then you can share what you have with others. അല്ലെങ്കിൽ നാം ആമേൻ, ഹല്ലേലൂയ, ആമേൻ, സ്വാർത്ഥരായി തീരും, If not, you'll become selfish. അത്യാഗ്രഹികളായി തീരും, You'll become selfish. ദ്രവ്യാഗ്രഹികളായി You'll be തീരും. lovers of money. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും The love കാരണമാണ്. of money is the root cause of all problems. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. അപ്പോൾ യേശുവിനെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ, So if you want to follow Jesus, ഞാൻ പാർത്തത് I lived in ഒരു മിഷണറി വീരന്റെ ഭവനത്തിലാണ്. I lived in the house of a mighty missionary. ആ ഭവനത്തിൽ ചെന്നപ്പോൾ ഞാൻ ഒരുപാട് അതിശയിക്കുവാൻ, When I went to that house, I was surprised. അദ്ദേഹത്തിന്റെ നാഗപ്പൂറുള്ള ഹെഡ്ക്വാർട്ടേഴ്സ്, The headquarters that he has in ആ Nagapur, മേഖലയിൽ ഒരു 5-6 മലകൾക്കിടയിലുള്ള ഒരു താഴ്വര അവൻ അതിനകത്തുണ്ടാക്കിയിരിക്കുന്നത്. it's a facility that's made in a valley in midst of 4 or 5 വലിയൊരു ബൈബിൾ hills. കോളേജ് ഉണ്ട്, അതിന്റെ ഹോസ്റ്റൽ ബിൽഡിംഗ്സ് ഉണ്ട്. Huge Bible college and a lot of അതുപോലെ hostel തന്നെ ആ buildings. മേഖലയിൽ മറ്റാരും സഹായിപ്പാനില്ലാത്തവർക്ക് വേണ്ടിയുള്ള ഒരു ഹൗസ് ഓഫ് ജോയ് ഉണ്ട്. There's a house of joy, a place where a lot of people stay. ഒരു ഹോസ്പിറ്റലുണ്ട്, ആയുർവേദിക് ഹോസ്പിറ്റലുണ്ട്. There's an Ayurvedic hospital nearby. അതുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസുകൾ, ലൈബ്രറി ബിൽഡിംഗ്, There's a lot of buildings and libraries and hospitals, offices. മുടക്കി ഉണ്ടാക്കിയിരിക്കുന്ന, Millions of rupees were അതിന്റെ spent. സബായി 28 സ്റ്റേറ്റിലും ചെറിയ ചെറിയ ട്രെയിനിങ് സെന്റേഴ്സ് ഉണ്ട്, ഹൗസ് ഓഫ് ജോയ് ഉണ്ട്. They have training centers in all 28 ആമേൻ. states. ആ മനുഷ്യൻ പാർക്കുന്ന ഭവനം The house he lives in. 20 വർഷങ്ങൾക്ക് മുമ്പ് ആമേൻ ചിലർ അദ്ദേഹത്തിന് ഒരു വീട് വേണമെന്ന് പറഞ്ഞ് വാങ്ങിക്കൊടുത്തതാണ്. 20 years back, some people bought it for him. ആമേൻ. അദ്ദേഹം ആമേൻ, ഹല്ലേലൂയ, ആന്ധ്രയിൽ നിന്ന് അവിടെ പഠിക്കുവാൻ കൊണ്ടുപോയി. പഠനശേഷം ആമേൻ, അവിടെ ആമേൻ, ഹല്ലേലൂയ, മിനിസ്ട്രി ആരംഭിച്ച് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോയി. അദ്ദേഹം പാർക്കുന്നത് $500,000 ആമേൻ, ഹല്ലേലൂയ, വിലയുള്ള വീട്ടിലാണ്. He lives in a house that's $500,000 worth. പഴയ വീട്, Old house. ആമേൻ. അതിനകത്തെ ഉപകരണങ്ങൾ അതുപോലെ. The same way it is. ആമേൻ. Everything ആർക്ക് inside. വേണമെങ്കിലും അവിടെ പോയി പാർക്കാം. Anyone can go and live in there. Praise the Lord. Amen. Praise the Lord. Amen. ആമേൻ, ഹല്ലേലൂയ. ആ മനുഷ്യൻ ഉണ്ടാക്കാൻ മേലാഞ്ഞിട്ടാണോ? Is it because he could not make more? അദ്ദേഹത്തിന്റെ വാഹനം വളരെ സാധാരണമായ ഒരു His വാഹനം. vehicle is a very normal അദ്ദേഹത്തിന്റെ car. ഭാര്യയുടെ വാഹനം വളരെ സാധാരണമായ His ടൊയോട്ടയുടെ വാഹനമാണ്. wife has a car and it's very normal. ആമേൻ. ഇതാണ് ആത്മഭാരം എന്ന് പറയുന്നത്. This is the burden for ആമേൻ. spirits. നന്ദിയോടെ ഉപയോഗിക്കാമെങ്കിൽ, If you can thankfully ആമേൻ, use it, possess ചെയ്യാതെ if you can ഉപയോഗിക്കാമെങ്കിൽ, use it without കർത്താവ് being തരുന്നതെല്ലാം possessive, സ്തോത്രം ചെയ്ത് you can ഉപയോഗിക്കാം. thankfully use everything എന്നാൽ God gives നമ്മുടെ you. മനസ്സതോട് പറ്റുമെങ്കിൽ, But if our heart is getting attached to praise that, the Lord. amen. Praise the Lord.
Lord. Hallelujah. ആമേൻ. യേശു ഇവിടെ പറയുവാനിടയായത്, Jesus is telling ആമേൻ, here, ഹല്ലേലൂയ, Amen. ആമേൻ, മനുഷ്യപുത്രന് ആമേൻ തല ചായ്പാൻ ഒരിടമില്ല. there is no place for the Son of Man to lay his ആമേൻ. head. ആയതുപോലെ തന്നെ ആയിരിക്കണം ആമേൻ തന്നെ അനുധാവനം ചെയ്യുന്നവരുടെ ആറ്റിറ്റ്യൂഡും. This should be the same attitude of everybody who follows him. ആമേൻ. ഹല്ലേലൂയ. അവൻ Hallelujah. യെരൂശലേമിലേക്കുള്ള യാത്രയാണ്. He's traveling to Jerusalem. ആമേൻ. ഇതിനു മുമ്പ് പോയ യാത്രകളിൽ അവൻ മടങ്ങി വന്നിട്ടുണ്ട്. All the previous journeys he has come എന്നാൽ back. ഈ യാത്ര മടങ്ങി വരാത്ത യാത്രയാണ്. But this journey he's going to Jerusalem is not അവിടെ going to come back. ദുഷ്ടന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാൻ പോകുകയാണ്. He's going to be handed over to evil ആമേൻ. people. രണ്ട് ദുഷ്ടന്മാരുടെ ഇടയിൽ ക്രൂശിക്കുവാൻ He's going to be പോകുകയാണ്. crucified between two ആമേൻ. ആ robbers. സമയത്തും യേശു ഇത് പറഞ്ഞുവെങ്കിൽ, If Jesus said this at that time too, അതുകൊണ്ടാണ് ഹല്ലേലൂയ മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അവൻ തന്നെത്താൻ താഴ്ത്തി സമർപ്പിക്കുവാൻ that is why it is written, he has humbled him up until to the death on the ഹല്ലേലൂയ. cross. 59 തുടങ്ങി 60 വരെയുള്ള വാക്യങ്ങൾ. 59 to 60. ആമേൻ. ഹല്ലേലൂയ. അവിടെ യേശു മറ്റൊരുവനോട് പറയുകയാണ്. Jesus is telling another ആമേൻ. person. ആദ്യം ഒരു മനുഷ്യൻ യേശുവിന്റെ ചുറ്റുപാടുകളെ കണ്ടിട്ട് ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞുവെങ്കിൽ, The first person asked to follow Jesus. അവനോട് എനിക്ക് തലചായ്പാൻ ഒരിടമില്ല എന്ന് പറഞ്ഞപ്പോൾ When he said that I don't have a അവൻ place to lay my യേശുവിനെ head, അനുധാവനം ചെയ്യാതെ മടങ്ങി that പോകുവാനിടയായി. person left without following എന്നാൽ him. അടുത്ത മനുഷ്യനോട്, But to the next ആമേൻ, person, ഹല്ലേലൂയ, വേറൊരുവനോട് to another person, ആമേൻ യേശു പറയുകയാണ്, he's saying, ആമേൻ, ഹല്ലേലൂയ, യേശുവിനെ അനുഗമിക്കാം. follow me. ആമേൻ. വേറൊരുത്തനോട് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞാറേ. To another he said, follow ആമേൻ. me. ഇവിടെ But യേശു അനുഗമിക്ക എന്ന പദം ആമേൻ, ഹല്ലേലൂയ, യവന ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. the Greek term here is, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 27-28 വാക്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെയാണ്. it's just as how it's written in Luke 5:27 and ആമേൻ, 28. ഹല്ലേലൂയ. അവിടെ നമുക്കറിയാം ആമേൻ, ശിഷ്യന്മാരെ അവൻ വിളിക്കുമ്പോൾ, When he calls ആമേൻ, disciples, എന്നെ അനുഗമിക്ക. follow me. ആമേൻ, ഹല്ലേലൂയ. അതിന്റെ അർത്ഥം എന്നോടുകൂടി ഇരിക്കേണ്ടതിന് സകലതും വിട്ടിട്ട് എന്റെ സകലത്തിനും കൂട്ടാളികളാകേണ്ടതിന് മുറുകെ പറ്റുന്ന സകലത്തെയും വിട്ടിട്ട് എന്നെ അനുഗമിക്ക എന്ന് തന്നെയാണ്. That meaning over there is to leave everything that you have and follow me. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോഴും ഇത് തന്നെയാ സംഭവിച്ചത്. When we were saved, this is exactly what happened. പലപ്പോഴും നമ്മളത് മറന്നുപോയി. But we forget it ആമേൻ, every ഹല്ലേലൂയ. ഈ time. മനുഷ്യനോട് അതേ വിളി തന്നെയാ The വിളിച്ചത്. same calling was called to അതേ this സ്വർഗീയ man. വിളി തന്നെ, Same heavenly call. അതേ ദൈവപുത്രന്റെ വിളി തന്നെ. That same call of the ആമേൻ, Son of ഹല്ലേലൂയ. Man. ഇവിടെ ഈ വിളി ഉണ്ടായപ്പോൾ When this call ആമേൻ, happened തന്റെ here, ചുങ്കത്തിന്റെ പീഠം വിട്ടിട്ട് ആമേൻ, തനിക്കുള്ളതെല്ലാം വിട്ടിട്ട് Hallelujah. യേശുവിനെ അനുധാവനം we ചെയ്യുവാനിടയായി. can see a man who left his Amen. tax collector's booth and followed പത്രോസ് Jesus. നിറഞ്ഞ വല, ആമേൻ, ഹല്ലേലൂയ, വള്ളം എല്ലാം വിട്ടിട്ടാണ് യേശുവിനെ അനുഗമിപ്പാനിടയായി Peter തീർന്നത്. left everything he had, his full Amen. net, and followed അതേ Jesus. വിളി തന്നെ. That same call. ഒരു മില്ലി ആമേൻ, ഹല്ലേലൂയ, ഗ്രാം പോലും ആമേൻ, ഹല്ലേലൂയ, കുറവില്ലാത്ത അതേ ഫ്രീക്വൻസിയിലുള്ള അതേ ഘനത്തിലുള്ള വിളിയാണ് ഈ മനുഷ്യനും The ഉണ്ടാകുവാനിടയായത്. same calling in the same way, to no less, is the എന്നാൽ same ആ call to this മനുഷ്യൻ man. പറഞ്ഞത് എന്താണ്? You know what this man said? ആമേൻ, ഹല്ലേലൂയ, എനിക്ക് ഭവനത്തിൽ പോണം. I have to go to my house. ആമേൻ, ഹല്ലേലൂയ, ഞാൻ പോയി എന്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണം. Please allow me to bury my ആമേൻ. father. അതിന്റെ അർത്ഥം എന്താണ്? You know what's the meaning ഈ of that? മനുഷ്യന്റെ അപ്പൻ മരിച്ചു കിടക്കുന്നു. ആമേൻ, മൃതദേഹത്തെ കൊണ്ട് അടക്കം ചെയ്യണം. Father is dead, he needs ആമേൻ. to അതല്ല bury the അതിന്റെ body. അർത്ഥം എന്ന് പറയുന്നത്. That's not the meaning തന്റെ there. പിതാവ് ജീവനോടെയുണ്ട്. His father is alive. ആമേൻ, ഹല്ലേലൂയ, ഞാൻ എന്റെ പിതാവിനെ സ്നേഹിക്കുന്നു. I love my father. അദ്ദേഹത്തിന്റെ അന്ത്യസമയത്ത് എനിക്ക് അദ്ദേഹത്തോട് കൂടെ വേണം. At his end times, I have to be there for him. എന്റെയും ഒരു വലിയ ആഗ്രഹമാണ്. That was a big ആമേൻ. കർത്താവ് എന്നെ മുന്നമേ mine വിളിച്ചില്ല too. എങ്കിൽ If God wouldn't have called me എന്റെ before, പിതാവിന്റെ അവസാന സമയത്ത് അദ്ദേഹത്തോടു കൂടെ ആയിരിക്കും. at the last times of my father, to be with him. 15-ാമത്തെ വയസ്സിൽ ആമേൻ വീട് I വിട്ടതാണ്. left my house when I was ആമേൻ. 15 years old. ഒരുപാട് ഗ്രാമങ്ങളിൽ ആമേൻ, പട്ടണങ്ങളിൽ പാർക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. I lived in a lot of towns and ആമേൻ. villages. എല്ലാ വർഷവും ഭവനത്തിൽ പോകുമായിരുന്നു. I used to go to my house എന്നാൽ every year, കുറച്ച് ദിവസങ്ങൾ മാത്രം. but only for some days. കഴിഞ്ഞ ദിവസവും വിളിച്ചപ്പോൾ കരയുവാനിടയായി. When I called him the last day, he was crying. Praise the Lord. Amen. ആമേൻ. അതേ വിളി തന്നെയാണ് നമുക്ക് The ലഭിച്ചിരിക്കുന്നത്. same calling is what we have ആമേൻ. got. പുതിയ നിയമത്തിൽ രക്ഷിക്കപ്പെട്ട സകലർക്കും ലഭിച്ചിരിക്കുന്ന വിളി എന്ന് പറയുന്നത്, The calling we have in the New Testament ആമേൻ, for everybody who's saved. ദൈവരാജ്യത്തിൽ പങ്കാളികളാകുവാനുള്ള Be വിളിയാണ്. partakers in the kingdom of ആമേൻ. ഈ God. മനുഷ്യൻ പറഞ്ഞു, This man says, ആമേൻ, ഞാൻ എന്റെ പിതാവിനെ അടക്കിയിട്ട് നിന്നെ I'll അനുധാവനം bury ചെയ്യാം. my father and come follow ആമേൻ. you. ഹല്ലേലൂയ. എന്നാൽ Hallelujah. But ആമേൻ, നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്, we can see ആമേൻ, here, യേശു പറഞ്ഞു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കട്ടെ. let the dead bury
there. ആമേൻ. എന്താണ് അതിന് കാരണം? What is the ആമേൻ. reason? സ്പിരിച്വലി ഡെഡ്, ആത്മാവ് സംബന്ധിച്ച് മരിച്ചവർ. People who are dead spiritually, ആമേൻ. ശരീരം സംബന്ധിച്ച് മരിക്കുന്നവരെ അടക്കട്ടെ. let them bury the dead. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. ആമേൻ. ഹല്ലേലൂയ. ദൈവം എല്ലാറ്റിനും ഒരു ഓർഡർ വെച്ചിട്ടുണ്ട്. God has kept an order for everything. നമ്മൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട കാര്യമില്ല. We need not think a lot എന്റെ about പെട്ടിയുടെ everything. തലയ്ക്കൽ മൂത്ത മകനും എന്റെ പെട്ടിയുടെ കാൽക്കൽ ഇളയ മകനും ആമെ പിടിക്കണമെന്ന് ആഗ്രഹിച്ച പിതാക്കന്മാരുണ്ട്. I know fathers who wanted their older son to be at one side of the casket and the younger son to be on the other side. പലർക്കും അതിനുള്ള സാവകാശം ലഭിച്ചില്ല. But a lot of them were not lucky enough for that. കോവിഡിന്റെ സാഹചര്യങ്ങളിൽ എത്രയോ പേരുടെ അടക്കം ആമെ മറ്റാർക്കും അറിയാൻ കഴിയാതെ ആമെ കുഞ്ഞുങ്ങൾക്ക് ജീവിത പങ്കാളികൾക്ക് ആമൻ ഒരു നോക്ക് കാണുവാൻ കഴിയാതെ കൊണ്ടുപോയി അടക്കിയിട്ടുണ്ട്. We know burials that happened during COVID where your loved ones were not with you. Praise the Lord. Amen. മുംബൈയിൽ അനേക വിശ്വാസികൾക്കും മാതാവായിരുന്ന ആമേഹൽ ഒരു അമ്മച്ചിയുണ്ട്. There is a mother who was a mother to many in അവർ Bombay ഗവൺമെന്റ് ഹോസ്പിറ്റൽ നേഴ്സ് ആയിരുന്നതുകൊണ്ട് because she was a nurse in the government ദാരിദ്ര്യ hospital. കാലഘട്ടത്തിൽ In that poor time, അവരുടെ വീട്ടിൽ പോയി ഒരു പാത്രം കഞ്ഞിയെങ്കിലും കുടിക്കാത്ത ഒരു ദൈവദാസന്മാരോ ആമേൻ ഹല്ലേലൂയ ദൈവജനങ്ങളോ ഇല്ല. there is no pastors who haven't gone to her house and had something അമ്മച്ചിയുടെ from അടക്കത്തിൽ there. In her burial, അന്നത്തെ കണക്കിന് ഏറ്റവും കുറഞ്ഞ ഒരു 5000-ലധികം ആൾക്കാർ പങ്കെടുക്കണം. at least 5,000 people should come. ആമേൻ. എന്നാൽ അവരുടെ പാസ്റ്റർക്ക് പോലും വരുവാൻ But കഴിഞ്ഞില്ല. not even her pastor could go. ആമേൻ. ഹല്ലേലൂയ. പഴയ മുംബൈയിൽ നിന്ന് നവി മുംബൈയിലേക്ക് കടത്തിവിടത്തില്ല. They would not let to go to New Mumbai. ഞങ്ങൾ ആമേൻ 6 പേർ ഒരുമിച്ച് പോയാണ് ആ മാതാവിനെ അടക്കം ചെയ്യുവാനിടയായത്. We did our PPEs and 5 or 6 Praise the of us Lord. went to bury നാം her. ജീവിക്കുന്നത് അടക്കത്തിന് വേണ്ടിയല്ല. We are not living to be ഹല്ലേലൂയ. നാം buried. എവിടെ വെച്ച് നമ്മുടെ അവസാനമായാലും Wherever you finish, you're ഫ്ലൈറ്റിൽ done. വെച്ചാണെങ്കിൽ Even if it's in a plane. Praise the Lord. Amen. ആമേൻ. ഒരു എയർ ക്രാഷ് ആണെങ്കിൽ, If it's an air crash, ആമേൻ, ഒരു കപ്പൽ ഛേദമാണെങ്കിൽ, if it's a shipwreck, അല്ല ഒരു സ്ഥലത്ത് പോയി നമ്മെ ആരും അറിയാത്ത if it's ഇടത്താണെങ്കിൽ in a place where you don't know, ആ മേഖല ഒന്ന് നമുക്കറിയാം. we know one ഇത് thing. ഈ മണ്ണിൽ നിന്നുള്ളതാണ്. This is from the ഇത് earth. മണ്ണിന് This മടക്കി will go back കൊടുക്കണം. to the earth. എന്നാൽ നമ്മുടെ ദേഹിയും ആത്മാവും ആമേൻ നമ്മുടെ കർത്താവിൻ്റെതാകയാൽ ആമേൻ ഈ മൺകുടാരം വിടുമ്പോൾ ആമേൻ ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് അത് നാഥന്റെ സന്നിധിയിൽ എത്തുവാനിടയാകും. Because our soul and our spirit is ആമേൻ from the ഹല്ലേലൂയ. Lord, it will go back to the അതാണ് Lord. നമുക്ക് വേണ്ടത്. That is what we അതാണ് need. ദൈവജനത്തിന് വേണ്ടത്. That is what the children of God അവരാണ് should ദൈവമക്കൾ need. എന്ന് പറയുന്നത്. They are called the ആമേൻ. children നീ of നിന്റെ God. പിതാവിനെ കുറിച്ച് വിചാരപ്പെടേണ്ട. Don't worry about your ആമേൻ. ഈ father. വചനം ഇപ്പോൾ എന്നോടും ഇടപെടുകയാണ്. This is talking to me നീ as നിന്റെ well now. പിതാവിനെ കുറിച്ച് വിചാരപ്പെടേണ്ട. Don't think about my dad. ദൈവം വേണ്ടതെല്ലാം ഒരുക്കിയിട്ടുണ്ട്. God has prepared everything for Praise the Lord. Hallelujah. Praise the Lord. Hallelujah. ആമേൻ. ആത്മാവ് സംബന്ധിച്ച് മരിച്ചവരെ, people who are dead in the spirit, ആമേൻ, ശരീരം സംബന്ധിച്ച് മരിക്കുന്നവരെ, people who are died ആമേൻ, physically, ആത്മാവ് സംബന്ധിച്ച് മരിച്ചവർ അടക്കം ചെയ്യട്ടെ. spiritually dead will bury ആമേൻ. them. നിനക്ക് ഞാനൊരു ദൗത്യം തരികയാ. I'm giving you a mission. മറ്റാർക്കും കിട്ടാത്തൊരു Hallelujah. ദൗത്യം. A mission not given to ആമേൻ. anybody else. ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിലെ ദൗത്യം. In relation to the kingdom of ആമേൻ. heaven. മശിഹയോടുള്ള ബന്ധത്തിലെ In relation to the ദൗത്യം. Messiah. ആമേൻ. മശിഹയോട് കൂടെ ആയിരിക്കാനുള്ള A ദൗത്യം. mission to be with the Messiah. Praise the Lord. Hallelujah. ആമേൻ. നീ ദൈവരാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുക. You have to work for the kingdom ആമേൻ. of God. ദൈവരാജ്യത്തിന്റെ പ്രവൃത്തി വളരെ അർജന്റാണ്, അർജൻസി ഉണ്ട്. Kingdom of God needs very ആമേൻ. urgent ഹല്ലേലൂയ. work. ദൈവരാജ്യത്തിൽ നീ മശിഹയെ പിന്തുടരുക. Follow the Messiah in this മശിഹയുടെ kingdom. പ്രവൃത്തിയെ നീ ചെയ്യുക. Do the work of the Messiah. എത്ര വലിയ വിളിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. Great of a call. ആമേൻ. മൂന്നാമനെ അവൻ വിളിക്കുവാനിടയായി. Calling the third person. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. മറ്റൊരുത്തൻ 61-ാമത്തെ വാക്യം. Verse 61 says, ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഞാൻ നിന്നെ അനുഗമിക്കാൻ കർത്താവേ. I'll follow you, Lord. ആമേൻ. യേശുവിന്റെ വിളി അവൻ കേട്ടു. He heard the Lord's ആമേൻ. അതേ call. ഫ്രീക്വൻസിയിലുള്ള വിളിയാണ്. It's the same call. ഞാൻ നിന്നെ അനുഗമിക്കാൻ കർത്താവേ. I will follow you, അവൻ Jesus. നോ പറഞ്ഞില്ല. He didn't say എന്നാൽ no. ആദ്യം അവന്റെ വീട്ടിലുള്ളവരോട് യാത്ര I have to പറയുവാൻ bid farewell to people in ഒരുവൻ my അടക്കം house ചെയ്യുവാനാ first. ചോദിച്ചത്. One wanted to bury അതിന് his ചില father. നാളുകൾ എടുക്കും. So it'll take some ആമേൻ. ഇവൻ days. ചോദിച്ചത് അടക്കം ചെയ്യുവാനല്ല, This person didn't even ask for burying. വീട്ടിലുള്ളവരോടൊന്ന് യാത്ര He wanted പറയുക. to say farewell to his ആമേൻ. people at അന്നത്തെ the house. കാലത്ത് At that time, ആമേൻ സേക്രഡ് മിനിസ്ട്രിക്ക് വേണ്ടി വേർതിരിക്കപ്പെടുന്നവർ you go for sacred ആമേൻ ministry. വീട്ടിലുള്ളവർക്ക് വിരുന്ന് കഴിച്ച് They have to do a ആമേൻ അവരുടെ feast കഴുത്തിൽ for the ones in the കെട്ടിപ്പിടിച്ച് house. They have to ആമേൻ embrace their ചുംബനം ചെയ്ത് household, kiss the ആമേൻ household. ഹല്ലേലൂയ അവർ യാത്ര അയക്കുവാനിടയായി They തീരും. have to be sent down their നമുക്കറിയാം ways. ഏലിയാവ് എലീശയെ വിളിക്കുവാനിടയായി. Just as Elijah called എലീശ Elisha. തന്നെ ആവശ്യപ്പെട്ടു. Elisha wanted the ആമേൻ. same. അവൻ അനുവാദം കൊടുക്കുവാനിടയായി. Elijah gave him the ആമേൻ. തന്റെ permission. കാളകളെ കൊന്നു. He killed his ആമേൻ. bulls. ഹല്ലേലൂയ. തന്റെ നുകം അവൻ വെട്ടിനുറുക്കി. He destroyed the yoke. ആമേൻ. അതുകൊണ്ട് ഹല്ലേലൂയ ആഹാരം പാകം ചെയ്തു. He cooked food with them.
എല്ലാവർക്കും വിരുന്ന് കഴിച്ചു. He made a feast for എന്നിട്ട് everyone. ഏലിയാവെ പിന്തുടർന്നു. Then he followed Elijah. ആമേ, കാലഘട്ടം അതല്ല കേട്ടോ. This is not that age. അന്ന് ഒരു ജാതി മാത്രമേ There was ഉള്ളായിരുന്നു. only one Gentile nation അബ്രഹാമിയ at that തലമുറ time. മാത്രമേ It was only ഉള്ളായിരുന്നു. the Abrahamic. ഇന്ന് അങ്ങനെയല്ല കേട്ടോ. Today is not like ഇന്ന് that. എല്ലാ ഭാഷക്കാരും, So every language, ഇന്ന് എല്ലാ ജാതികളും, every tribe, ഇന്ന് എല്ലാ വംശങ്ങളും, every Gentile ആമേ, nation, എല്ലാവരും ഒരുപോലെ ദൈവരാജ്യത്ത് വന്നേ മതിയാകൂ. they all have to come അവൻ to ഒരു the kingdom of God. വ്യത്യാസവുമില്ല. There's no അവൻ separation. എല്ലാവരും പാപം ചെയ്തു, They all sinned. ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. God rid of the അവൻ glory of അതുകൊണ്ട് God ഇതൊരു from their lives. അർജൻസിയാ. Therefore, this is very ഇനി urgent. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നിന്ന് സമയം കളയരുത്. Don't waste time talking to each other. അറ്റ്ലീസ്റ്റ് നിലവിളിക്ക്, At least cry out. മുട്ടിന്മേൽ നിൽക്ക്, Stand on your knees. പേര് പറഞ്ഞ് പ്രാർത്ഥിക്ക്. Call upon names and ദൈവം pray. അവസരങ്ങളെ അവർക്ക് God will ഒരുക്കുവാനിടയാകും. open ways for them. യേശു എന്താണ് മറുപടി പറഞ്ഞത്? What did Jesus say? ആമേൻ, ഹല്ലേലൂയ, Hallelujah. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. നീ കലപ്പയ്ക്ക് കൈവച്ച ശേഷം After putting your hand to the പുറകോട്ട് plow നോക്കുന്നവനാരും and looks at back, ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. fit for the ഇത് kingdom of വായിച്ചപ്പോ God. ഞാൻ ചോദിക്കുവാനിടയായി, I asked myself, യേശുവേ ഇതെന്താണ്? Jesus, what is ഈ this? മനുഷ്യൻ യാത്ര പറയാനല്ലേ ചോദിച്ചുള്ളൂ. Man is just asking to ആമേൻ, do a മേബി ഒരു farewell. ദിവസം അല്ലെങ്കിൽ 2 Maybe ദിവസം. 1 or 2 days. ആമേൻ, ഹല്ലേലൂയ, നീ പോകുന്ന അടുത്ത പട്ടണത്തിലേക്ക് അവൻ എത്തിക്കൊള്ളും. He will come to the next ആമേൻ, village where അതുപോലും നീ you go. കൊടുത്തില്ലല്ലോ. Not even loving ആമേൻ, that. എന്തുകൊണ്ട്? Why? ആമേൻ, ഹല്ലേലൂയ, അവൻ ഓൾറെഡി തിരഞ്ഞെടുക്കപ്പെട്ടവനാ. He's already chosen. ആമേൻ, അവന് ദൈവരാജ്യത്തിന്റെ വിളി കെട്ടിയതാ. He's the one who's already അവൻ been called. മശികയുടെ ശബ്ദം അനുഭവിച്ചവനാ. He's already experienced the അറിഞ്ഞവൻ voice of the മാത്രമല്ല, അവൻ Messiah. അനുഭവിച്ചവനാ. Just does not know, അതിന്റെ he's അർത്ഥം ഈ experienced it. സുവിശേഷത്തിന്റെ കലപ്പ, Therefore, the plow of അവന് the gospel, ദൈവരാജ്യത്തിന്റെ കലപ്പ, the plow of the gospel, ആമേൻ, അവൻ അതിന്മേൽ കൈവച്ചവനാ. let his hand on ഇനി that. അത് അവന് വിട്ടുകളവാൻ സാധ്യമല്ല. He should not leave അവൻ that. ഉഴുതേ മതിയാകൂ. He has to അവൻ plow. ഉഴുതു മറിച്ചേ മതിയാകൂ. He has to plow the field. അവൻ വിതച്ചേ മതിയാകൂ. He has to sow. കളകേറാതെ നോക്കിയേ He മതിയാകൂ. should look after it till it ആമേൻ, അതുകൊണ്ട് grows. പറയുകയാ, Therefore, Jesus കലപ്പയ്ക്ക് says, കൈവച്ചിട്ട് whoever puts their hand on the plow, പിന്മാറി പോകുന്നവൻ if you go back, ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. you're not fit for the kingdom of God. തീരുമാനങ്ങൾ എത്ര എടുത്തു? How much ever decisions, ആമേൻ, you took. ഹല്ലേലൂയ, Hallelujah. ആമേൻ. വാച്ച് നൈറ്റ് സർവീസിൽ എത്ര തീരുമാനങ്ങൾ How എടുത്തു? many decisions we took at our watch night year-end Praise the Lord. services. At Hallelujah. least ഒരു തീരുമാനം. At least one ഞാൻ decision. മുഖാന്തരം ആർക്കും ഒരു പ്രയാസം ഉണ്ടാകത്തില്ല. God, because of me, nobody should be troubled. ആമേൻ. പലരും പറഞ്ഞിട്ടുണ്ട്, A lot of people have said, ഞങ്ങൾക്ക് പോകാൻ കഴിയില്ല, I can't എന്നാൽ go, ഞങ്ങൾ നിങ്ങളുടെ പിന്നിൽ മുട്ടിന്മേൽ ഇരുന്നു but I കൊള്ളാം. will sit for you and ഞങ്ങളാലാവത് pray. ഞങ്ങൾ ചെയ്യാം. How much ever I can, നിങ്ങൾ I'll do. പോയാട്ടെ. Why don't you At go? least അത്രയുമെങ്കിലും ചെയ്യുവാൻ കഴിയുമോ? At least can you do that much? ആമേൻ. 10% സുവിശേഷ At വേലയ്ക്കായി. least 10% ആമേൻ. for the പോകുവാൻ gospel. കഴിയില്ലെങ്കിൽ അയക്കുന്നവരുടെ പിന്നിൽ Even if you can't go, ആമേൻ, can ഒരു you send it 20% for സുവിശേഷ വേലയ്ക്കായി. 20% for the എന്തുകൊണ്ട് gospel? നമുക്കൊരു ഇടമില്ലാതിരിക്കുന്നു? Why we don't നാം have a space? ആത്മാർത്ഥതയോടെ ദൈവരാജ്യത്തിന് വേണ്ടി ഒന്ന് ആഗ്രഹിച്ചാൽ. Sincerely, if you want for the kingdom of God, Praise the Lord. hallelujah. നമ്മളൊരേ പലപ്പോഴും തലമുറയോർത്ത് നാം ഭാരപ്പെടുന്നവരാ. Dear ones, we worry about our children. അതോർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മുഷിയുന്നവരാ. We find quarrel with ആമേൻ. each അവരുടെ other, ഭാവി എന്താകുമെന്ന് വിചാരപ്പെടുന്നവരാ. thinking about their ആമേൻ. future. നീ ദൈവരാജ്യത്തിന്റെ കാര്യം നോക്കിയാ, If you look after the kingdom, ആമേൻ, നിന്റെ തലമുറയുടെ കാര്യം ദൈവം നോക്കും കേട്ടോ. God will look after your ആമേൻ. നീ children. അതോർത്ത് ഭാരപ്പെടേണ്ടി You വരികയില്ല. shouldn't be burdened about that. അനുഭവസ്ഥനാ ഇത് പറയുന്നത്. I have experienced it. അനുഭവത്തിൽ നിന്നാ പറയുന്നത്. I'm talking from my അവൻ experience. അത്ഭുതകരമായ അവരുടെ കാര്യം He will നടത്തിക്കൊള്ളൂ. work miracles for ആമേൻ. them. അവൻ നോക്കുന്നത് Hallelujah. പോലെ നിനക്ക് നോക്കാൻ കഴിയില്ല. You will not be able to look after ആമേൻ. as അവൻ he looks ചെയ്യുന്നത് after. പോലെ നിനക്ക് ചെയ്യുവാൻ You will കഴിയില്ല. not be able to work നീ as he works. ചോദിക്കുന്നതിലും More than you നീ ask, നിനക്കുന്നതിലും more than you want, അത്യന്തം more than പരമായി you imagine, even more ദൈവം than അവരെ that. God അനുഗ്രഹിപ്പാനിടയാകും. will bless them. നീ ദൈവരാജ്യത്തിന്റെ കലപ്പയ്ക്ക് കൈവച്ചയാളാ. You have laid your hands on the plow for Praise the gospel. Lord. Hallelujah. Praise the Lord. Hallelujah. ആമേൻ. ഇസ്രായേൽ മക്കൾക്ക് Children of Israel, ആമേൻ മശികയെ ആക്കി വേണ്ടി കാത്തിരുന്നാൽ മതിയായിരുന്നു. they just had to wait for the Messiah. ന്യായപ്രമാണം അനുസരിച്ചാൽ They just had to മതിയായിരുന്നു. follow the laws. ആമേൻ. അവരുടെ മശിക വരുവാനുള്ളവനായിരുന്നു. The Messiah was to come. ആമേൻ. എന്നാൽ ആ മശിയെ അവർക്ക് തിരിച്ചറിയുവാൻ They did കഴിഞ്ഞില്ല. not recognize that Messiah. അതുകൊണ്ട് അവനെ ക്രൂശിക്കുവാൻ അവർ Therefore, ആക്രോശിച്ചു. they wanted to crucify എന്നാൽ him. നമ്മുടെ മശികയെ But in our നാം Messiah, നമ്മുടെ കരങ്ങൾ നീട്ടി we സ്വീകരിച്ചവനാ. extended our hands and ഹൃദയം accepted him. തുറന്നേറ്റെടുത്തവനാ. We opened our heart and took him ആമേൻ. in. മശിക ജീവിക്കുന്നവരുടെ ഉള്ളിൽ People who have the ആമേൻ അവിടെ Messiah in നിന്ന് them, ജീവജലത്തിന് നദി ഒഴുകണം. rivers of life should കാരണം flow അവർ from മശിക them. അവരുടെ ജീവിതത്തിൽ രാജാതിരാജാവായി Messiah is the വാഴുന്നു. King of Kings in their ആമേൻ. അവർ hearts. ദൈവരാജ്യത്തിലാ. They're in the kingdom of രക്ഷിക്കപ്പെട്ടവർ God. ദൈവരാജ്യത്തിലാ. People who are saved in the സുവിശേഷം kingdom of God. അറിയിക്കുക എന്നുള്ളത് To reach the എല്ലാ gospel eyes, രക്ഷിക്കപ്പെട്ടവരുടെയും it is ദൗത്യമാണ്. everybody's mission.
Praise the Lord. Hallelujah. Praise the Lord. Hallelujah. ആമേ കലപ്പയ്ക്ക് കൈവച്ചിട്ട് After laying your hands on the plow, കലപ്പയ്ക്ക് കൈവച്ചിട്ട് After laying your hands on ആമേ the plow, പിന്മാറി പോകുന്നവൻ turn back. ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. You're not fit for the kingdom of God. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. ഒന്ന് സമർപ്പിക്കുവാനിടയാകുമോ? Can you submit ഒന്ന് yourself? കണ്ണുകളെ Can you അടയ്ക്കുവാനിടയാകും. close your eyes? നമ്മിൽ പലർക്കും കർത്താവിന്റെ വേലയ്ക്ക് വിളിയുണ്ട്. A lot of us are being called for His work. ദൈവവേലയ്ക്ക് വിളിയുണ്ട്. We are all called ആമേ for His പാർട്ട് work. ടൈമായി ചെയ്യുവാൻ To വിളിയുണ്ട്. do it part-time. ഫുൾ ടൈമായി ചെയ്യുവാൻ Some to do വിളിയുണ്ട്. it full-time. ഇത് തേജസ്സിന്റെ ശുശ്രൂഷയാ. This is a ministry of ഇത് glory. നിത്യതയുള്ള ബന്ധത്തിലെ This is in ശുശ്രൂഷയാ. relation to the ഇതിൽ eternal നീ അറച്ചു eternity. നിൽക്കരുത്. You should not be നീ ഇറങ്ങിയാൽ wavering. If you go out, നിനക്കുള്ളതെല്ലാം അവൻ നൽകും. God will provide everything for you വിളിച്ച that you ദൈവം need. വിശ്വസ്തനാ. The God who called us is അവൻ faithful. വഴിയിൽ He വിടത്തില്ല will not കേട്ടോ. abandon you midway. Hallelujah. Hallelujah. Jesus. ഒന്ന് സമർപ്പിക്കാമോ Can you പ്രിയമുള്ളവരെ? submit yourselves? സഭയാം കുടുംബത്തെ തലമുറകളെ Hallelujah. Church of the ഇവിടെ children, ഇരിക്കുന്നവരെയും everybody ദൂരെയുള്ളവരെയും who are away from us, ഒരുപോലെ സമർപ്പിച്ച് നമുക്ക് let us പ്രാർത്ഥിക്കാം. pray.